ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ യാത്ര എങ്ങോട്ടേക്കാണെന്ന് അല്ലേ? ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ചിലവിൽ വന്ന് തിരിച്ചു പോകാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനാണ് ലേക്കാണ് ഇന്ന് എൻ്റെ യാത്ര. ഏകദേശം 14ഓളം ഹെയർ പിൻ വളവുകളാണ് ഈ ഹിൽ സ്റ്റേഷനിലേക്ക് ഉള്ളത്. ഞങ്ങൾക്ക് ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ചിലവിൽ മതി ഒറ്റ ദിവസം കൊണ്ട് വന്ന് തിരിച്ചു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ ഇപ്പോൾ പോകുന്ന ഈ സ്ഥലം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ തമിഴ്നാട് തന്നെ വെല്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനായ ഏലഗിരിയിലേക്കാണ് ഇന്ന് എൻ്റെ യാത്ര. ഏലഗിരി ഹിൽ സ്റ്റേഷനിൽ ഞങ്ങൾ അധികം മലയാളികൾ ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇവിടുത്തെ വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ പ്രകൃതിയോട് ചേർന്നിട്ടുള്ള അതിമനോഹരമായ കാഴ്ചകളുമാണ് ഇവിടെ നമുക്ക് വേറിട്ട് നിൽക്കുന്നത്. ഊട്ടി കൊടൈക്കനാൽ പോലുള്ള അത്രയും തിരക്കോ കാര്യങ്ങളോ ഇവിടെയില്ല. ഒറ്റ ദിവസം കൊണ്ട് കണ്ടുപോകാൻ പറ്റിയ സ്ഥലങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഊട്ടി കൊടൈക്കനാൽ പോലുള്ള ഒരു പ്രതീക്ഷ വെച്ച് ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക. ഇവിടുത്തെ പ്രധാന കാര്യങ്ങൾക്ക് ഇത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാര്യമായി കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ട്രെയിൻ ഇറങ്ങി വരുന്ന സമയത്ത് ബസ്സിൽ കയറാനുണ്ട്. ബസ്സിൽ വരുന്ന സമയത്ത് വിൻഡോ സീറ്റ് കിട്ടാൻ ശ്രമിക്കുക. വിൻഡോ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുകയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവിടത്തേക്ക് വരേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമറ്റാണ്. ഒരു ലൈറ്റ് തണുപ്പാണ് ഞാൻ പോയ സമയത്ത് ഉണ്ടായത്. പിന്നെ അതായത് ജൂൺ മാസത്തിലാണ് ഞാൻ പോയത്. ജൂൺ മാസം ലാസ്റ്റോട്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ഒരു ലൈറ്റ് തണുപ്പാണ് അനുഭവപ്പെട്ടത്. ചില സമയങ്ങളിൽ നല്ല തണുപ്പുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റൊക്കെ നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ. പിന്നെ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ബോട്ട് സർവീസൊക്കെ, ലേക്കും ബോട്ട് സർവീസൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ വിഷ്വൽസൊന്നും ഞാൻ പകർത്തിയില്ല, കാരണം അതിനുള്ള ഒരു സമയം കിട്ടിയില്ല. കാരണം ഞാൻ അവിടെ എത്താൻ തന്നെ കുറേ ലേറ്റായി പോയിന്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പോകുന്ന സമയത്ത് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചുരം ഇറങ്ങി വരുന്ന സമയത്താണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തത്. നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഊട്ടി കൊടൈക്കനാൽ പോലുള്ള അത്രയും പ്രതീക്ഷ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും തന്നെ ഇവിടെ തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ നല്ലൊരു മനോഹരമായ ഒരു വൈബ് തന്നെയാണ്. ഞങ്ങൾക്ക് സ്വന്തമായി വാഹനം എടുത്ത് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് നിർത്തി നല്ല ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വ്യൂ പോയിൻ്റൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഊട്ടി കൊടൈക്കനാലിനെക്കാട്ടി വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന്. ഊട്ടി കൊടൈക്കനാലിൻ്റെ വൈബ് വേറെ, ഇവിടുത്തെ ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ വരിക. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനിലേക്കാണ് കയറേണ്ടത്. കേരളത്തിൽ നിന്നും വരുമ്പോൾ ചെന്നൈ ഭാഗത്തേക്ക് വരുന്ന ട്രെയിൻ അതായത് ജോലാർപേട്ട റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. ജോലാർപേട്ട റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് ജോലാർപേട്ട റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ഈ സ്ഥലത്ത് ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ ബസ് കിട്ടും. ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഈ ഏലഗിരി ഹിൽസിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് ബസ് കയറിയാൽ ഏലഗിരിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ആകെ എത്ര കിലോമീറ്റർ വരുന്നുള്ളൂ. ബസ്സിനാകെ 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് അവിടത്തേക്കുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏലഗിരിയിലേക്കുള്ള ബസ് ചാർജ് 15 രൂപ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രെയിനിന് വന്ന് രാവിലത്തെ ട്രെയിനിന് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആവുന്നതേക്കും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വരുന്ന സമയത്താണ് ട്രെയിനിൻ്റെ സമയം രാവിലെ ജോലാർപേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയവും നിങ്ങൾക്ക് തിരിച്ചു പോകാൻ വൈകുന്നേരം പോകുന്ന സമയമൊക്കെ നോക്കി വേണം വരാൻ. അത് ഏതൊക്കെ ട്രെയിനാണ് ജോലാർപേട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ളതും അതൊക്കെ നോക്കുക. എന്നിട്ട് എനിക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, വിൻഡോ സീറ്റ് കിട്ടിയില്ല. വളരെ വിഷമിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഷൂട്ടൊക്കെ ചെയ്തത്. എൻ്റെ ഈ ക്യാമറയിൽ കൂടി നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നേരിൽ തന്നെ വന്ന് കാണണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യാത്രാപ്രേമികളായ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.